ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിടുക അനാരതമെന്നുടെ നാവുതന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക. ഏണഗാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. എല്ലാവർക്കും നമസ്കാരം. ഓം നമ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭു വിജയിക്കട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ രാമായണത്തിന്റെ ഒരു ആമുഖമാണ് കണ്ടത്. രാമായണത്തിൽ നമുക്കറിയാം ഉത്തരകാണ്ഡം ഉൾപ്പെടെ 7 കാണ്ഡങ്ങളാണുള്ളത്. തുടക്കം ബാലകാണ്ഡത്തിലാണ്. തുടർന്ന് അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, പിന്നെ ഉത്തരകാണ്ഡവും. നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ തന്റെ അധ്യാത്മരാമായണം തുടങ്ങുന്നത് തന്നെ രാമനെ സ്തുതിച്ചുകൊണ്ടാണ്. എഴുത്തച്ഛന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും അദ്ദേഹത്തിന് മതി വരില്ല. ഭഗവാന്റെ പര്യായങ്ങൾ കോർത്ത് ഒരു ഹാരം അല്ലെങ്കിൽ ഒരു മാല ആ പരമാത്മാവിന്റെ കഴുത്തില് ചാർത്തിയാൽ മാത്രമേ എഴുത്തച്ഛന് മതിയാവുള്ളൂ. രാമായണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ, ഈ ഹാരം ധാരാളമായിട്ട് നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നമ്മളതെല്ലാം എപ്പോഴും വായിക്കുന്നതാണ്. കർക്കിടക മാസത്തില് രാമായണ പാരായണം മിക്ക വീടുകളിലും നടത്താറുണ്ട്. എല്ലാവരുടെയും കയ്യിൽ രാമായണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും പല സന്ദർഭത്തിലും രാമായണം കയ്യിലുണ്ടോ, വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് എല്ലാവരിൽ നിന്നും ലഭിക്കാറ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ രാമായണം കർക്കിടക മാസത്തിൽ മാത്രമേ വായിക്കാൻ പാടൂ എന്നൊന്നുമില്ല. ചിലരുടെ ധാരണ എങ്ങനെയാണ്, തെറ്റിദ്ധാരണയാണത്. കർക്കിടകത്തിൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന്. അല്ല, നിത്യപാരായണത്തിന്
എല്ലാ ദിവസവും നമുക്ക് വായിക്കാൻ പറ്റിയ ഗ്രന്ഥാണ് രാമായണം. കർക്കടകത്തിലെങ്കിലും വായിക്കൂ എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. തുടക്കം ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തുതിക്കുന്നതാണ്. നോക്കൂ, ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. അപ്പോൾ ആദ്യത്തെ വരിയില് ശ്രീരാമനെ ശ്രീരാമചന്ദ്രൻ എന്നാണ് സ്തുതിക്കുന്നത്. മനസ്സിന് കുളിർമയും ആനന്ദവും തരുന്ന പൂർണ്ണചന്ദ്രനെ പോലെയുള്ള രാമ എന്നാണ് സ്തുതി. രണ്ടാമത്തെ വരിയിലോ ശ്രീരാമഭദ്ര, ഭദ്രം തരുന്ന ശുഭം തരുന്ന ശ്രീരാമ പ്രഭുവേ. മൂന്നാമത്തെ വരിയിലാണെങ്കിലോ സീതാഭിരാമനാണ്, ഭൂപുത്രിയായ സീതയ്ക്ക് അഭിരാമനായ രാമൻ. അടുത്ത വരിയിൽ എന്താണ്? ലോകാഭിരാമനാണ്, ലോകത്തിന് മുഴുവൻ അഭിരാമനായ രാമൻ. തുടർന്ന വരിയില് രാവണാന്തകനാണ്, രാക്ഷസീയതയുടെ പ്രതീകമായ അല്ലെങ്കിൽ ഈ ലോകകണ്ടകനായ രാവണനെ നിഗ്രഹിച്ച, രാവണനെ വധിച്ച രാമനാണ്. അങ്ങനെയുള്ള ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, അങ്ങനെയുള്ള ശ്രീരാമ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും, എൻ്റെ ഹൃദയത്തെ രമിപ്പിച്ചാലും. ശ്രീ രാഘവാത്മാ രാമ, അല്ലയോ രഘുവംശോത്തമനായ രാമ, രമാപതി, രമയുടെ പതിയായ രാമ, ലക്ഷ്മീപതിയായ രാമ, ശ്രീരാമ രമണീയ വിഗ്രഹ കോമള കളേബര നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. അപ്പോൾ ആദ്യ ഭാഗത്ത് ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓരോ വരിയിലും ശ്രീരാമചന്ദ്രന്റെ ആ പര്യായങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ അതൊക്കെ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. ഈ ഒരു സ്തുതി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം, സദാ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വലുതാണ്. ഒരുപാട് അനുഭവങ്ങൾ രാമനാമത്തിലൂടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് രാമനാമം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സ്തുതി എല്ലാവരും നിത്യമായിട്ട് പാരായണം ചെയ്യേണ്ടതാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന്റെ രീതി എന്ന് പറയുന്നത്, അതിന്റെ എഴുതിയ രീതി എന്ന് പറയുന്നത് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതി. അപ്പൊ കിളിപ്പെണ്ണിനോട് കവി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, അല്ലയോ പൈങ്കിളിപ്പെണ്ണേ, നീ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണാണല്ലോ, അതുകൊണ്ട് തന്നെ ശ്രീരാമന്റെ ചരിതം നീ എന്നോട് പറയൂ മടിയാതെ, യാതൊരു മടിയുമില്ലാതെ ശ്രീരാമന്റെ ചരിതം എന്നോട് പറയൂ. അപ്പോൾ ആ ശാരിക പൈതൽ ആരെയൊക്കെയാണോ വന്ദിക്കേണ്ടത്, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, വന്ദിക്കേണ്ടവരൊക്കെ വന്ദിച്ചുകൊണ്ട് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഓർമ്മിച്ചുകൊണ്ട്
കഥ പറയുകയാണ്. ശ്രീരാമചന്ദ്രന്റെ കഥ പറയുകയാണ്. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ഈ ഒരു ഭാഗത്ത് ഗണേശ്വരനെ സ്തുതിക്കുന്നതാണ്. ഗണപതി വന്ദനമാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ. കാരണനും ഗണനായകനും ബ്രഹ്മാത്മകനും കാരുണ്യമൂർത്തിയും ശിവശക്തി സംഭവനുമായ വാരണമുഖനുമായ പ്രാരാബ്ധ വിഘ്നങ്ങളെയൊക്കെ വാരണം ചെയ്യുന്നവനായ ആ ഭഗവാനെ, ആ ദേവനെ ഞാൻ വന്ദിക്കുന്നു. കാരണൻ, ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് തന്നെ കാരണമായവൻ, അതാണ് കാരണനായ. അടുത്തത് ഗണനായകനാണ്, ഗണങ്ങളുടെ നായകൻ. അപ്പൊ ഗണം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിലെ ജന്തു സസ്യജാലങ്ങളാണ്. ഈ ജന്തു സസ്യജാലങ്ങളുടെ, ഈ ഗണങ്ങളുടെയൊക്കെ നായകനാണ് ഗണേശ്വരൻ. അതുപോലെ തന്നെ ബ്രഹ്മാത്മകൻ, പരബ്രഹ്മ സ്വരൂപനാണ്. ഗണപതി പരബ്രഹ്മ സ്വരൂപത്തിന്റെ രേഖാചിത്രമാണ്, ഒരു ജ്യാമിതീയ രൂപം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ പരബ്രഹ്മത്തിന്റെ പ്രതീകമാണ് ഗണനായകനായ വിഘ്നേശ്വരൻ എന്ന് അർത്ഥം. അടുത്തത് എന്താണ്? കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. കാരുണ്യമൂർത്തിയാണ്, പരമപ്രേമത്തിന്റെ കാരുണ്യത്തിന്റെയും മൂർത്തി എന്നാണ്. അതായത് ഈശ്വരൻ കാരുണ്യമാണെന്ന ആ ഒരു ബോധം ഉറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. കാരുണ്യമൂർത്തിയാണല്ലോ ഭഗവാൻ ഈശ്വരൻ. അതുപോലെ തന്നെ ശിവശക്തി സംഭവനാണ്. ശിവനും ശക്തിയും ചേർന്ന് ഉണ്ടായവനാണ്. ആ ശിവന്റെയും ശക്തിയുടെയും ആ ഒരു ചേർച്ചയിൽ നിന്നാണ് ഭഗവാൻ ഉണ്ടായിരിക്കുന്നത്, ഗണനായകൻ ഭൂജാതനായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന രണ്ട് ബലങ്ങളുടെ കൂടിച്ചേരൽ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ശിവശക്തി സംഭവനായ ദേവൻ വാരണമുഖനാണ്. വാരണമുഖൻ എന്ന് പറഞ്ഞാൽ ആനയുടെ മുഖമുള്ളവൻ. വാരണം ആനയാണ്. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ, എൻ്റെ പ്രാരാബ്ധ വിഘ്നങ്ങള്, മുജ്ജന്മത്തിലെ കർമ്മഫലമായി വരുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും, നമ്മുടെ വിഘ്നങ്ങളെ, സാധകരായ നമ്മൾ നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങളെ തരണം ചെയ്യാനും അതിനെ മാറ്റിമറിക്കാനും വേണ്ടിയാണല്ലോ നമ്മൾ സാധന ചെയ്യുന്നത്. അപ്പോ ഇവിടെ കവി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മുൻജന്മത്തിലെ കർമ്മഫലങ്ങളായി വരുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും വിഘ്നങ്ങളും, പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടണേ. അതിന് ഞാൻ ആവോളം വന്ദിക്കുകയാണ് ഭഗവാനെ, അവിടുത്തെ വാരണം ചെയ്യാൻ, ഇല്ലാതെയാക്കാൻ വേണ്ടി. അപ്പോൾ വാരണം ചെയ്തിടുവാൻ ആവോളം ഞാൻ വന്ദിക്കുന്നു, ഗണപതിയെ സ്മരിക്കുകയാണ്. അപ്പൊ കാരണരൂപനും ഗണനായകനും ബ്രഹ്മാത്മകനും കാരുണ്യമൂർത്തിയും ശിവശക്തി സംഭവനുമായ വാരണമുഖനുമായ ആ ദേവൻ എൻ്റെ പ്രാരാബ്ധ വിഘ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് വാരണം ചെയ്യുവാനായി ഞാൻ ഭഗവാനെ അവിടുത്തെ വന്ദിക്കുന്നു. ഇപ്പൊ രണ്ടാമത്തെ ഭാഗത്തായിട്ട് വരുന്നത് ഗണപതി വന്ദനമാണ്. അടുത്ത ഭാഗത്ത് സരസ്വതി വന്ദനമാണ് കാണുന്നത്. നമുക്കത് നോക്കാം. വാണിയിടുക അനാരതമെന്നുടെ നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക, ഏണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ, വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. ഇടതടവില്ലാതെ
എന്റെ നാവിന്മേൽ അല്ലയോ വാണി മാതാവേ. എങ്ങനെയുള്ള വാണി മാതാവാണ്? വേദാത്മികയും വർണ്ണവിഗ്രഹിയുമായ അല്ലയോ വാണി മാതേ, അവിടുന്ന് എന്റെ നാവിൽ വാണിയിടണേ. വർണ്ണവിഗ്രഹ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ രൂപമായി തീർന്നവൾ എന്നാണ് അർത്ഥം. വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം എന്നാണല്ലോ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആകൃതി, ശരീരം എന്നൊക്കെയാണ് അർത്ഥം. ദശരഥൻ അക്ഷരരൂപമുള്ളവൾ തന്റെ ഗുരുവായ വസിഷ്ഠൻ നിർദ്ദേശിച്ചത് പ്രകാരം പുത്രകാമേഷ്ഠി കർമ്മം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നോക്കൂ, തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. വൈഭണ്ഡകൻ വിഭാണ്ഡക മഹർഷിയുടെ പുത്രനാണ്. ഋഷ്യശൃംഗന്റെ പേര് വൈഭണ്ഡകനാണ്. വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായതുകൊണ്ട് നടനം ചെയ്യുക. വൈഭണ്ഡകനെ വരുത്തി ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ. സരയൂ നദിയുടെ തീരത്ത് യാഗശാല, യജ്ഞശാല പണിയുകയുണ്ടായി. എന്നിട്ട് ഭൂലോകപതിയായ ദശരഥൻ യാഗം ദീക്ഷിച്ചാൻ അനുവാദം. യാഗം ദീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാഗത്തിന് വേണ്ടിയിട്ടുള്ള വ്രതം അനുഷ്ഠിച്ചു. ശേഷം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ അശ്വമേധാനന്തരം അശ്വമേധ യാഗത്തിന് ശേഷം ആ താപസന്മാരുമൊക്കെ ആയിട്ട് വിശ്വനായക സമനാകിയ വിശ്വനായക സമൻ എന്ന് പറഞ്ഞാൽ വിശ്വനായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകനായകനാണ്. ലോകനായകനാരാണ്? വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണു സമാനനായ ആ ഒരു ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്യുന്നതിനായിട്ട് വിശ്വനായക സമൻ വിഷ്ണുവിന് തുല്യനായ ദശരഥൻ വിഷ്ണുവിന്റെ ജനനത്തിന് വേണ്ടിയിട്ട് വിശ്വനായകനായ വിഷ്ണുവിന്റെ യാതൊരു മടിയുമില്ലാതെ അവതാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടുകൂടി ഭക്തിവിശ്വാസങ്ങളോടുകൂടി പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ട രാഹുതിയാലേ. ആഹുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരയിലാണ് ഹോമം ചെയ്യുകയാണ്. വിശ്വദേവതാഗണം നമുക്കറിയാം തൃപ്തമായ അതു നേരം ആ ആഹുതി കൊണ്ട് നാഭിയിൽ നിന്നുണ്ടായ ഹവിസൊക്കെ അർപ്പിച്ച് ചെയ്യുന്ന ആഹുതി ഹോമം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് വിശ്വദേവതാഗണം എല്ലാ ദേവന്മാരും ബ്രഹ്മാവിന്റെ മുഖകമലത്തിൽ അവർക്കെല്ലാം വളരെ തൃപ്തിയുണ്ടായി. ആ സമയത്താണ് ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഠത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്നിദേവൻ. ആ സമയത്ത് യാഗമൊക്കെ ചെയ്തിരിക്കുന്ന ആ സമയത്താണ് ഹേമപാത്രസ്ഥമായ പായസത്തോടുകൂടി. ഹേമപാത്രസ്ഥം എന്ന് പറഞ്ഞാൽ സ്വർണപാത്രത്തിലിരിക്കുന്ന സരസ്വതി ദേവി പായസം, അത് ഒരു സ്വർണപാത്രത്തിൽ പായസത്തോടുകൂടി ഹോമകുണ്ഡത്തിൽ നിന്ന് ആരാണ് പൊങ്ങി വന്നത്? വന്യദേവൻ, അഗ്നിദേവൻ തന്നെ ഇങ്ങനെ സ്വയം പൊങ്ങി വന്നിരിക്കുകയാണ്. പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്ന് പറഞ്ഞു പാവകനും. പാവകൻ എന്താണ് പറഞ്ഞത്? താവകം പുത്രീയമി പായസം, പുത്രലാഭത്തിന് വേണ്ടിയിട്ടുള്ള പായസമാണിത്. അതുകൊണ്ട് ഇത് ദേവനിർമ്മിതമാണ്, ദേവന്മാർ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവകൻ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലെ പായസം ഭാരതീ പദാവലി പ്രവരന് കൊടുത്തു മറഞ്ഞിങ്ങളായ വാക്കുകൾ പ്രവരന് ദശരഥന് കൊടുത്തതിന് ശേഷം അഗ്നിദേവൻ അപ്രത്യക്ഷനായി. സലക്ഷണം മേന്മേൽ മംഗലശീലേ താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. താപസന്റെ ആജ്ഞയനുസരിച്ച് താപസന്മാരുടെ സന്യാസിവര്യന്മാരുടെ മംഗളശീലയായ ആജ്ഞയൊക്കെ അനുസരിച്ചുകൊണ്ട് നൃപതി ദക്ഷിണ ചെയ്ത് നമസ്കരിച്ചു ഭക്തിപൂർവം. ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കാണുന്നത്. താപസന്മാര് പറഞ്ഞു ഈ പാത്രം സ്വീകരിച്ചോളാൻ പറഞ്ഞു, പായസപാത്രം സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വീകരിച്ചു. അതിനുശേഷം ദക്ഷിണയൊക്കെ ചെയ്തു. ഗുരുക്കന്മാർക്കും സന്യാസിവര്യന്മാർക്കൊക്കെ ദക്ഷിണകളൊക്കെ കൊടുത്തു, നമസ്കരിച്ചു. അവരുടെ പാദത്തെ ഭക്തിപൂർവ്വം നമസ്കരിച്ചു. ദക്ഷനായിട്ടുള്ള ദീക്ഷിതനായ യജ്ഞം ചെയ്യുന്നവനായ ദശരഥൻ പ്രീതിയോടുകൂടി തന്നെ എല്ലാവരെയും നമസ്കരിച്ചു. അതിനുശേഷം കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ. ആ പായസത്തിന്റെ പകുതി ഭാഗം കൗസല്യാദേവിക്ക് കൊടുത്തു. ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും. ശൈഥില്യാത്മന
എന്നുവെച്ചാൽ മനപ്രയാസത്തോടെ, എന്നുവെച്ചാൽ പായസം അത് മനപ്രയാസം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പായസ വിഭജനം ശരിയായോ എന്നുള്ളൊരു ശങ്ക അദ്ദേഹത്തിനുണ്ടായി. പായസ വിഭജനം ശരിയല്ലെങ്കിൽ സഭക്തിമാരിൽ നിന്ന് ഒരു പക്ഷാഭേദം ആരോപിക്കപ്പെടുമല്ലോ എന്ന ഒരു ശങ്കയൊക്കെ ആവാം ദശരഥന് ആ മനപ്രയാസത്തിന് കാരണം. അപ്പോൾ അങ്ങനെ കൗസല്യക്ക് പകുതി കൊടുത്തു, അതിനുശേഷം കൈകേയിക്ക് അതിൻ്റെ പകുതി കൊടുത്തു. അതുകൊണ്ട് അന്നേരം സുമിത്രയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴെന്താണ് ചെയ്തത്? ശൈഥില്യാത്മന പാതി നൽകിയിട്ട് ഞാൻ കൈകേയിക്കും പകുതി കൊടുത്തു. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവിദാനം തന്നെ പാതി കൊടുത്തിവിടെ ഞാൻ മടിയാതെ. ആ സമയത്ത് ഇപ്പൊ 2 പകുതിയാക്കി പായസം. അപ്പോൾ കൗസല്യാദേവിക്ക് പകുതി കൊടുത്തു, കൈകേയിക്കും പകുതി കൊടുത്തു. അപ്പോൾ സുമിത്രയ്ക്ക് കൗസല്യാദേവി തൻ്റെ പകുതി കൊടുത്തു. അത് കണ്ട് പാതി കൊടുത്തു കൈകേയിയും. കൗസല്യാദേവി പകുതി കൊടുത്തത് കണ്ട് കൈകേയും തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു. മന്നവൻ അത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം. മന്നവന്, രാജാവിന് അത് കണ്ടിട്ട് വളരെയധികം സന്തോഷം ഉണ്ടായി. കാരണം തൻ്റെ പത്നിമാര് ഇത്രമാത്രം സന്തോഷത്തോടുകൂടി സന്തുഷ്ടചിത്തരായി ആണല്ലോ കാണപ്പെട്ടത് എന്നുള്ള സന്തോഷത്തിലാണ് അദ്ദേഹം ഉള്ളത്. തൽ പ്രജകൾക്കും പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചത് മൂവരും അതുകാലം. പ്രജകൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷചിത്തരായിരിക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊക്കെ വളരെ സന്തോഷം ഉണ്ടാകത്തക്ക രീതിയിൽ പത്നിമാര് ഗർഭം ധരിക്കുക. 3 പത്നിമാരും ഗർഭം ധരിച്ചു. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ആ സമയത്ത് അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനായ രാജാവായ ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിന. വിപ്രന്മാരായ ശ്രേഷ്ഠന്മാരെ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയൊക്കെ വരുത്തി തുടങ്ങി, കൊട്ടാരത്തിലേക്ക് വിളിച്ചു തുടങ്ങി. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ. അപ്പോൾ അവരുടെ ഗർഭരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയൊക്കെ വരുത്തുകയുണ്ടായി. അതിനുശേഷം എന്താണ്? ഉൽപ്പലാക്ഷി, ഉൽപ്പലം എന്ന് പറഞ്ഞാൽ കരിങ്കൂളമാണ്. കരിങ്കൂളത്തിൻ്റെ കണ്ണുകൾ, ഇതളുകൾ പോലെയുള്ള, പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവർ എന്ന് വെച്ചാൽ സുന്ദരി എന്നർത്ഥം. സുന്ദരിമാരായ ഭാര്യമാർക്ക് അനുവാസരം ക്രമത്താലേ, അവർക്ക് അനുവാസരം എന്ന് പറഞ്ഞാൽ ദിവസം തോറും, അനുവാസരം ദിവസം തോറും. അങ്ങനെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. ഗർഭചിഹ്നങ്ങൾ, ഗർഭത്തിന്റെ അടയാളങ്ങളൊക്കെ ഭാര്യമാർക്ക് കാണാൻ തുടങ്ങി. ആ സമയത്ത് രാജാവിനും ഉൾപ്രേമം കൂടെ വർദ്ധിച്ചു. സന്തോഷമുണ്ടായി, മനസ്സിലിങ്ങനെ സന്തോഷം വരികയാണ്. തനിക്ക് സന്താനങ്ങൾ ജനിക്കാൻ പോവുകയാണ് എന്നുള്ള, തൻ്റെ അനപത്യ ദുഃഖം തീരാൻ പോവുകയാണ് എന്നൊക്കെയുള്ള സന്തോഷമാണ് നൃപനുള്ളത്. അങ്ങനെ വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽ പ്രണയിനിമാർക്കുള്ളൊരാഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം. അതായത് തൻ്റെ തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ, തൻ്റെ പ്രണയിനിമാർ, തൻ്റെ ഭാര്യമാർക്ക് ഉള്ള ആഭരണങ്ങൾ പോലെ. ഇപ്പോൾ രാജ്ഞിമാർ, അവരുടെ ഗർഭം ഇങ്ങനെ വളർന്നു വരികയാണ്. രാജ്ഞിമാരുടെ ഗർഭചിഹ്നങ്ങൾ വളർന്നു വരുന്തോറും ദശരഥൻ അവരോട് പ്രേമവും ഒക്കെ വളർന്നു വരികയാണ്. അപ്പോൾ രാജ്ഞിമാരുടെ ആഭരണങ്ങൾ കുറഞ്ഞു വന്നതിനൊപ്പം പ്രജകളുടെ ദുഃഖവും കുറഞ്ഞു വന്നു. തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞതു സന്താപം. അതായത് ഗർഭകാലത്ത് സ്ത്രീകൾ വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രമല്ലേ ധരിക്കാറുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്പമായി ചമഞ്ഞത് സന്താപം ദിനംതോറും, ഓരോ ദിനത്തിലും അവർക്ക് സന്തോഷമുണ്ടായി. ആർക്ക്? ദേവന്മാർക്കും ഉണ്ടായി, ഭൂമിക്കും ഉണ്ടായി, വിപ്രാതികൾക്കും ഉണ്ടായി, സന്തോഷമുണ്ടായി. ഗർഭകാലം ഇങ്ങനെ പൂർണ്ണമായി വരുംതോറും അവർക്കെല്ലാവർക്കും സന്തോഷമുണ്ടായി. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. അല്പഭാഷിണിമാർ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം സംസാരിക്കുന്നവരായ ആ ഭാര്യമാർക്ക് തേജസ് വർദ്ധിച്ചു വരികയുണ്ടായി. സൽസന്താന ജനനത്തിനും, അതായത് പുരുഷ പ്രജകൾക്കും വേണ്ടി സ്ത്രീകൾക്ക് ഗർഭകാലത്ത് നടത്തുന്ന കർമ്മങ്ങളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്.
അതാണ് സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. അപ്പോൾ പിന്നെ ആൺകുട്ടികൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ചില കർമ്മങ്ങൾ നടത്താറുണ്ട്. അതിനാണ് സീമന്തം പുംസവനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെല്ലാം അവർ കാമാന്തം മതിയാവോളം അവർ ദാനങ്ങളും ഒക്കെ നരവരൻ കൊടുക്കുകയുണ്ടായി. അങ്ങനെ താന് അച്ഛനാകാൻ പോവുകയാണ്. തനിക്ക് ഒരു എന്താ പറയുക പുത്രന്മാരുണ്ടാകാൻ പോകുന്നു. അതിൻ്റെ സന്തോഷമാണ് ദശരഥന് മാത്രമല്ല സന്തോഷം, പ്രജകൾക്ക് മൊത്തമുണ്ട് സന്തോഷം. എല്ലാവരും സന്തോഷിക്കുകയാണ്. തനിക്ക് സൽസന്താനങ്ങൾ ജനിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞുകൊണ്ട്. അത്രയുമാണ് ഈ ഭാഗത്തിൻ്റെ ആശയം. പറഞ്ഞ ഭാഗത്തിൻ്റെ ആശയം ഒന്നും കൂടെ പറയാം. അമിത ഗുണവാനും ധർമ്മിഷ്ഠനും ഇന്ദ്രതുല്യനും വീരനും സത്യസന്ധനും കാമദേവന് തുല്യനും കരുണാനിധിയും പരിശുദ്ധനും അയോധ്യാപതിയുമായ ദശരഥ മഹാരാജാവ് കൗസല്യ, ഭർത്തൃ ശുശ്രൂഷയ്ക്ക് സമർത്ഥയായ കൈകേയി, സുമിത്ര എന്നീ ഭാര്യമാരോടുകൂടി അയോധ്യയിൽ വസിക്കുന്നു. മന്ത്രിമാരോട് കാര്യാലോചനകളൊക്കെ നടത്തി രാജ്യം ഭരിക്കുന്ന കാലത്ത് സന്താനമില്ലാത്തതിനാൽ അദ്ദേഹം ദുഃഖിതനായി തൻ്റെ ഗുരുവായ വസിഷ്ഠനോട് ചോദിക്കുകയാണ് തനിക്ക് പുത്രനുണ്ടാകാൻ എന്ത് സൽക്കർമ്മമാണ് താൻ ചെയ്യേണ്ടതെന്ന്. പുത്രന്മാർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രാജ്യം തുടങ്ങിയ സമ്പത്തെല്ലാം ദുഃഖകരമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. താപസശ്രേഷ്ഠനായ വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് അപ്പോൾ ദശരഥനോട് ഇപ്രകാരം പറഞ്ഞു: നീ ദുഃഖിക്കേണ്ട, നിനക്ക് 4 പുത്രന്മാരുണ്ടാകും. താമസിയാതെ ഋഷ്യശൃംഖനെ വരുത്തി നീ പുത്രകാമേഷ്ടി കർമ്മം നടത്തുക. തൻ്റെ ഗുരുവായ വസിഷ്ഠൻ്റെ നിയോഗമനുസരിച്ച് രാജാവ് വിഭാണ്ഡകൻ്റെ മകനായ ഋഷ്യശൃംഖനെ വരുത്തി സരയൂ നദീതീരത്ത് യാഗശാല പണിത് രാജാവ് യാഗദീക്ഷ സ്വീകരിച്ച് അശ്വമേധയാഗം നടത്തി. അനന്തരം താപസന്മാരുമായി ആലോചിച്ച് വിശ്വനായകന് സമനായ ദശരഥൻ വിശ്വനാഥനായ വിഷ്ണു അവതരിക്കുന്നതിനായി വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഋഷ്യശൃംഖനെ കൊണ്ട് പുത്രകാമേഷ്ടി കർമ്മം നടത്തിച്ചു. ഋഷ്യശൃംഖ നടത്തിയ ഹോമം കൊണ്ട് ദേവന്മാർ സന്തുഷ്ടരായി. അഗ്നിദേവൻ പായസം നിറച്ച ഒരു സ്വർണ്ണപാത്രവും കയ്യിലേന്തി ഹോമകുണ്ഡത്തിൽ പ്രത്യക്ഷനായി. ദേവനിർമ്മിതമായ ഈ പായസം നിനക്ക് പുത്രനുണ്ടാകാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പായസം ദശരഥനെ ഏൽപ്പിച്ച് അഗ്നിദേവൻ മറയുകയുണ്ടായി. ഋഷ്യശൃംഖൻ്റെ ആജ്ഞയനുസരിച്ച് പായസം സ്വീകരിച്ചിട്ട് മഹാരാജാവ് താപസന്മാർക്ക് ദക്ഷിണയൊക്കെ നൽകി നമസ്കരിക്കുകയുണ്ടായി. അനന്തരം ദശരഥൻ കൗസല്യയ്ക്ക് പായസത്തിൻ്റെ പകുതി നൽകി. മനപ്രയാസത്തോടുകൂടി പകുതി കൈകേയിക്ക് നൽകി. തനിക്ക് കിട്ടിയതിൽ പകുതി കൗസല്യ സുമിത്രയ്ക്ക് കൊടുത്തു. അതുകണ്ട് കൈകേയി പകുതി സുമിത്രയ്ക്ക് നൽകി. ഇത് കണ്ട് രാജാവിന് വളരെയധികം സന്തോഷമുണ്ടായി. പ്രജകൾക്കെല്ലാം ആനന്ദം പകർന്നുകൊണ്ട് രാജ്ഞികൾ മൂവരും ഗർഭം ധരിച്ചു. അതറിഞ്ഞ ദശരഥൻ ബ്രാഹ്മണരെ വരുത്തി ഗർഭരക്ഷയ്ക്കുള്ള ജപഹോമാദികൾ ദിവസവും നടത്തി. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും രാജാവിന് പത്നിമാരോടുള്ള ഉൾപ്രേമവും വർദ്ധിച്ചു വന്നു. രാജ്ഞിമാരുടെ ആഭരണങ്ങളും വിപ്രന്മാർ തുടങ്ങിയ പ്രജകൾ, അതുപോലെ തന്നെ ഭൂമിദേവി, ദേവന്മാർ തുടങ്ങിയവരുടെ ദുഃഖവും നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. രാജ്ഞിമാരുടെ തേജസ് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. അവർക്ക് സീമന്തം, പുംസവനം തുടങ്ങിയ ചടങ്ങുകളും വിധിപ്രകാരം യഥാകാലം ചെയ്തു. ജനങ്ങൾക്ക് മതിയാവോളം ദാനവും നൽകി. ഇത്രയുമാണ് മേൽപ്പറഞ്ഞ വരികളുടെ ആശയം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രീരാമാവതാരം ആണ് എടുക്കേണ്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.